ബോഡി ഷേമിംഗ് നടത്തുന്നോടാ പട്ടികളെ, ഒറ്റയ്ക്ക് വഴി തെളിച്ചു വന്നവനാടാ ഞാൻ എന്നീ ഡയലോഗുകൾ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ പറയുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചിരുന്നത്. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ധ്യാനും പ്രണവ് മോഹൻലാലും ലീഡായി എത്തിയ ചിത്രത്തിൽ ഷോ സ്റ്റീലറായത് പക്ഷേ കോമഡി കൊണ്ട് ആറാടിയ നിവിൻ പോളിയായിരുന്നു. ചിത്രത്തിൽ നിതിൻ മോളിയായി എത്തിയ നിവിൻ വരുന്ന ഓരോ സീനും പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പഴയ നിവിൻ പോളി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചവർക്ക് തന്റെ ആശാന്റെ സിനിമയിൽ തന്നെ അഴിഞ്ഞാടി താൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആശാനും ശിഷ്യനും. ഒറ്റയ്ക്ക് വഴിവെട്ടി സിനിമയിൽ തന്റെ സ്ഥാനം നേടിയ കലാകാരൻ ബോഡി ഷേമിംഗ് പേരിൽ കളിയാക്കിയവർക്ക് തന്നിന് നടന്നൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന നിവിന്റെ അന്യായ പെർഫോമൻസ് ആണ് സിനിമയുടെ നട്ടെല്ല്. ധ്യാനിന്റെ വേണു എന്ന കഥാപാത്രത്തിൽ തുടങ്ങുന്ന ചിത്രം പ്രണവിന്റെ മുരളിയെയും കൂട്ടുപിടിച്ച് സിനിമാ ലോകത്തേക്ക് ചേക്കേറാൻ മദിരാശിയിലേക്ക് തീവണ്ടി കയറുന്നിടത്തു നിന്നാണ് വർഷങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്നത്. രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രം മദിരാശിയിലെത്തുന്നതോടെ കഥ മാറുന്നു. സിനിമ കമ്പോളത്തിലെ ഉയർച്ച താഴ്ചയും അതിൽ നടക്കുന്ന കള്ളച്ചതിയുടെയും കഥകൾ ചെറിയ രീതിയിൽ സിനിമയിൽ തുറന്നു കാട്ടുന്നുണ്ട് സംവിധായകൻ. സുഹൃത്തുക്കൾക്കിടയിലെ ഒരുവന്റെ വളർച്ചയും മറ്റൊരുത്തന്റെ താഴ്ചയും ഏത് രീതിയിൽ സൗഹൃദത്തെ ബാധിക്കുമെന്നും ചിത്രം കാണിക്കുന്നുണ്ട്. ഒരുപാട് പരാജയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കൊടുത്ത ധ്യാനിന്റെ ഈ അടുത്ത് കണ്ട മികച്ച പ്രകടനം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷത്തിലെ വേണു. പ്രണവിന്റെ മുരളിയും ഒതുക്കത്തോടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 80കളിലെ കഥ പറയുന്ന ചിത്രത്തിൽ ആർട്ട് വർക്കുകളെല്ലാം മികച്ചതാക്കിയിട്ടുണ്ട്. പഴയ കാലത്തിന്റെ എല്ലാ ഫീലും ചിത്രത്തിൽ പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട് അണിയറ പ്രവർത്തകർ. അമൃത് രാംനാഥിന്റെ സംഗീതവും സിനിമയ്ക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥ പറച്ചിൽ പതുങ്ങുമ്പോൾ പലയിടത്തും മ്യൂസിക് ചിത്രത്തെ പിടിച്ചിരുത്തുന്നുണ്ട്. കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, വിനീത്, ഷാൻ റഹ്മാൻ എന്നിവരെല്ലാം ചിത്രത്തിൽ തന്റെ റോളുകൾ നന്നായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ പതിയെ തുടങ്ങുന്ന ചിത്രം ഫീൽ ഗുഡിലൂടെ കഥ പറഞ്ഞ് അവസാനം നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടത്തോടെയാണ് അവസാനിക്കുന്നത്. ഈ പെരുന്നാൾ, വിഷു ആഘോഷ ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം തിയേറ്ററിലിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ.